മതവിരുദ്ധമായ ചിന്താഗതികളും ആത്മീക വിരുദ്ധമായ സിദ്ധാന്തങ്ങളുമൊക്കെ ഇസ്ലാമിൻ്റെ അകത്തും പുറത്തും സജീവമായി കൊണ്ടിരിക്കുന്ന, അതിന് കൂടുതൽ സ്വാഭാവികമായി കാലാവസാനമാകുമ്പോൾ ആയിരിക്കുമെന്ന് നാം വിശ്വസിക്കുന്ന രീതിയിൽ പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ചുറ്റുപാടാണ് നമുക്കുള്ളത്. മഹാനവറുകളൊക്കെ ജീവിക്കുന്ന കാലത്ത് അത്തരം പ്രതിസന്ധികളെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് വളരെ ശക്തമായി അതിന് നേതൃത്വം കൊടുത്ത വർത്തമാനകാല കേരളം രാജ്യം ലോകം കണ്ട അദ്വിതീയ പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ. അവരൊക്കെ ചെയ്ത സേവനത്തിന്റെ ഗുണഫലങ്ങളാണ് നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ഉണർത്തപ്പെട്ടതുപോലെ നമ്മളൊക്കെ അനുഭവിക്കുന്നു. കുറെ ചോദ്യങ്ങളും അതിന് കുറെ മറുപടികളും നൽകുക എന്നുള്ളതല്ല ഇസ്ലാമിന്റെ നിലനിൽപ്പിന്റെ ആധാരം എന്ന് ഇതേപോലെയുള്ള മഹാത്മാക്കൾ നമ്മളെ പഠിപ്പിച്ചു. ഇസ്ലാം എന്ന് പറയുന്നത് കുറെ ചോദ്യോത്തരങ്ങളല്ല. എന്തുകൊണ്ട്, എങ്ങനെ, എന്തുകൊണ്ട് അങ്ങനെ ആയില്ല, എങ്ങനെ ഇങ്ങനെ ആയി തുടങ്ങിയ 1000 ചോദ്യങ്ങൾക്ക് 1001 മറുപടികളല്ല ഇസ്ലാം എന്നും. അത് ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സമഗ്രമായ ഒരു ആധ്യാത്മിക പദ്ധതിയാണ്. അതിലുപരി അതൊരു പ്രാപഞ്ചിക ലോക വീക്ഷണമാണെന്നുമുള്ള മഹത്തായ തത്വമാണ് ഇവരൊക്കെ ലോകത്തിന് പഠിപ്പിച്ചു. ഞാനങ്ങനെ പ്രത്യേകിച്ച് പറയാൻ കാരണം, മതവിരുദ്ധമായ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആളുകൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആയിരക്കണക്കിന് മുസ്ലിം പ്രബോധകന്മാർ നമുക്കിടയിലുണ്ട്. പക്ഷെ അവരിൽ പലരും മനസ്സിലാക്കാത്തൊരു യാഥാർത്ഥ്യം, ഇതിന്റെ എല്ലാം മർമ്മം കേവലം അറിവുകളല്ല എന്നുള്ളതാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഇസ്ലാമിനെ ഏകദേശം സമ്പൂർത്തീകരിച്ചതിന് ശേഷം ലക്ഷക്കണക്കിന് അനുയായികളോട് പറഞ്ഞ ഒരു പ്രസ്താവന എന്തായിരുന്നു? ലിയുബല്ലിഗുനി ഷാഹിദുനിൽ ഗായിബ. എന്റെ കയ്യിൽ നിന്നും ഈ ദീൻ പഠിച്ച് പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് കിട്ടിയ ആളുകൾ അത് കിട്ടാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്നാണ്. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ സർട്ടിഫൈ ചെയ്ത രേഖയാണ്. ലിയുബല്ലിഗുനിൽ ആലിമു അൽ ജാഹില എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. പുതിയ കാലം ഗുരുനാഥന്മാരെയും മശായിഖന്മാരെയും ആത്മീകമായ തർബിയത്തിന്റെ താളങ്ങളെയും നിഷേധിച്ചുകൊണ്ട് വിവര സാങ്കേതിക വിദ്യയുടെ പിൻബലത്തിൽ ഇസ്ലാം പഠിച്ച് ഇസ്ലാം പ്രബോധനം ചെയ്യുകയാണ്. അതൊരു പ്രബോധനമേ ആവൂ. വാസ്തവത്തിൽ പ്രബോധനമെന്ന വാക്ക് പോലും ആധ്യാത്മികമായി ശരിയല്ല. ഇസ്ലാമിലേക്ക് വിളിക്കാനാണ്, ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനാണ് ഇവരൊക്കെ വന്നിട്ടുള്ളത്. കല്യാണത്തിന് വേണ്ടി ആരും പ്രബോധനം ചെയ്യാറില്ല, കല്യാണത്തിലേക്ക് വിളിക്കുകയാണ് ചെയ്യുക. വീട്ടിൽ കൂടലിലേക്ക് ആരും പ്രബോധനം ചെയ്യാറില്ല, വീട്ടിൽ കൂടലിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യുക. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തനായത് സ്വർഗത്തിലേക്ക് ക്ഷണിക്കാനാണ്, സ്വർഗത്തിലേക്ക് പ്രബോധനം ചെയ്യാനല്ല. വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള ഒരു ഇൻവിറ്റേഷൻ ലെറ്ററാണ്, ഒരു കല്യാണത്തിന്റെ കത്താണ്. ആദ്യമായി സ്വർഗത്തിൽ നടക്കുന്നത് ഒരു ഈവന്റ് മാനേജ്മെന്റ് എന്നുള്ള നിലയിൽ പ്രവാചകന്റെ തൃക്കല്യാണമാണ്. നമുക്കറിയാം, ആസിയ ബീവിയെയും മറിയം ബീവിയെയും വിവാഹം ചെയ്യുന്ന ആ കടൽ മത്സ്യത്തിന്റെ കരൾ വേവിച്ചതും തസ്നീമരുവിയിലെ പാനീയവും വിളമ്പപ്പെടുന്ന ആ ചടങ്ങ്, ആ ചടങ്ങിലേക്ക്
ഒരു വിവാഹത്തിന്റെ ക്ഷണക്കത്തെന്ന പോലെ വന്ന നിയുക്തനായ, അതിന്റെ ആലങ്കാരികമായ അർത്ഥം അങ്ങനെയാണ്. വുളു ചെയ്യുമ്പോൾ മനുഷ്യർ, നമ്മൾ വിശ്വാസികൾ കൈ കഴുകുമ്പോൾ കരുതണമെന്ന് പറഞ്ഞ നിർദ്ദേശിക്കപ്പെട്ട ഒരു നീയത്തുണ്ട്. എന്താണെന്ന് അറിയുമോ? നീയത്തു തഹയ്യുഇ ലി അഖിലി മഉദുബത്തിൽ ജന്ന. സ്വർഗത്തിലുള്ള പ്രവാചകന്റെ കല്യാണത്തിന് വിളമ്പപ്പെടുന്ന സദ്യ തിന്നുവാൻ വേണ്ടിയാണ് സുന്നത്തായ കൈ കഴുകുന്നത് എന്ന് വേണം കരുതാൻ എന്നാണ് സൂഫിയാക്കൾ നമ്മളെ പഠിപ്പിച്ചത്. റസൂൽ എന്ന വാക്കിന്റെ തന്നെ അർത്ഥം എന്താണ്? കത്ത് കൊണ്ടുതരുന്ന ശിപായി എന്നാണ്, ദൂതൻ എന്നാണ്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ കത്ത് എന്നാണ്. ലൗഹുൽ മഹ്ഫൂദ് എന്ന പോസ്റ്റ് ഓഫീസിൽ നിന്ന് പുറപ്പെട്ട ജിബ്രീൽ എന്ന പോസ്റ്റ്മാൻ പ്രവാചകൻ എത്തിച്ചു കൊടുത്ത അല്ലാഹു മനുഷ്യർക്കയച്ച വെളിപാടിന്റെയും വെളിച്ചത്തിന്റെയും വിമോചനത്തിന്റെയും കത്താണ്. ആത്മാവിൽ തീ കത്തുന്ന, തീ പടർത്തുന്ന തിരിച്ചറിവിന്റെ തിരിവട്ടങ്ങൾ തെളിയിക്കുന്ന കത്താണ് ആ ഇൻവിറ്റേഷൻ ലെറ്റർ. മനുഷ്യരെ പ്രബോധനം ചെയ്യുക എന്ന ഒരു പദത്തെ പോലും ആധ്യാത്മികമായി നമുക്കത്ര അതിന്റെ കൂടെ നിൽക്കാൻ പറ്റാത്ത വിധം കൂടുതൽ അതിലുള്ളത് ഹൃദയപരതയും ആത്മീയതയും. ആത്മീയത കൊണ്ടല്ലാതെ ഇസ്ലാമിനെ സ്ഥാപിക്കാനോ ഇസ്ലാമിനെ ശരിപ്പെടുത്താനോ ഇസ്ലാമിനെ പരിചയപ്പെടുത്താനോ സാധ്യമല്ല. അതാണ് അക്കാദമീഷ്യന്മാർക്ക് സാധിക്കാത്തത്, മുറബിയായ ഷെയ്ഖുമാർക്ക് സാധിക്കുന്നതും എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഈ ആധ്യാത്മികത വിശുദ്ധ ഖുർആന്റെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ്. ഞാനിത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇസ്ലാമിക വിരുദ്ധമായ, മതവിരുദ്ധമായ, യുക്തി മാത്രമായ ചിന്തകളിലൂടെ നമുക്ക് സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് മറുപടികൾ പരിഹാരമാവാതെ ആത്മീയത എങ്ങനെ പരിഹാരമാവുന്നു എന്നുള്ളത് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഒരു സൂചന നോക്കൂ. വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം. വശംസി വളുഹാഹാ വൽ ഖമരി ഇദാ തലാഹാ വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ വമാ ഖലഖൽ ദക്കറ വൽ ഉൻസാ ഇന്ന സഅയകും ലശത്താ ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ വസനുയസ്സിറുഹു ലിൽ യുസ്റാ. ഞാൻ ഈ ആയത്തിന്റെ ഒരു ചെറിയ ആശയം മാത്രമേ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. വല്ലൈലി ഇദാ യഗ്ശാ, ഇരുൾ മൂടിയ രാവ് കൊണ്ട് സത്യം. വന്നഹാരി ഇദാ തജല്ലാ, പ്രകാശം പരന്ന പകൽ കൊണ്ട് സത്യം. വമാ ഖലഖൽ ദക്കറ വൽ ഉൻസാ, മനുഷ്യവർഗത്തെ ഹെട്രോനോർമറ്റിവിറ്റിയിൽ ഡൈമോർഫിക്കായി ആൺപെൺ ദ്വന്ദ്വത്തിൽ സംവിധാനിച്ച ക്രമവിന്യാസം കൊണ്ട് സത്യം. ഇന്ന സഅയകും ലശത്താ, ആണുങ്ങളെ പെണ്ണുങ്ങളെ, സ്ത്രീ മഹാജനങ്ങളെ പുരുഷ മഹാജനങ്ങളെ, മനുഷ്യരെ, നിങ്ങളുടെ ജീവിത വ്യവഹാരങ്ങൾ, സന്ധാരണങ്ങൾ, ജോലികൾ വ്യത്യസ്തമാണ്, വിഭിന്നമാണ്. ആണുങ്ങളെ പണിയല്ല പെണ്ണുങ്ങളെ പണി, പെണ്ണുങ്ങളെ പണിയല്ല ആണുങ്ങളെ പണി. ഇന്ന സഅയകും ലശത്താ, ആണും പെണ്ണും, അതാണ് മനുഷ്യരുടെ ക്രമം. ആണും പെണ്ണുമല്ലാത്ത മറ്റൊന്നില്ല എന്ന് 1400 കൊല്ലം മുമ്പ് ഖുർആൻ പറയുകയാണ്. ജെൻഡർ ന്യൂട്രലായ ഒരു കാറ്റഗറി സാധ്യമല്ല. ആണായി മാറിയ പുരുഷന്മാർ, ട്രാൻസ്മെൻ സാധ്യമല്ല. പെണ്ണായി മാറിയ ആണുങ്ങൾ, ട്രാൻസ്വുമൺ സാധ്യമല്ല. വമാ ഖലഖൽ ദക്കറ വൽ ഉൻസാ, എന്നാൽ സ്ത്രീ പുരുഷ സമത്വമോ, സ്ത്രീ പുരുഷ നീതി, ലൈംഗിക നീതി, ലിംഗനീതി സാധ്യമാണ്. ലിംഗ സമത്വമോ അതും സാധ്യമല്ല. ഇന്ന സഅയകും ലശത്താ, ആണുങ്ങളെ പോലെ ആവാൻ പെണ്ണുങ്ങൾക്കോ പെണ്ണുങ്ങളെ പോലെയാകാൻ ആണുങ്ങൾക്കോ സാധ്യമല്ല. ഇങ്ങനെയുള്ള തത്വങ്ങൾ പറയുമ്പോൾ യുക്തി കൊണ്ടും പൊതുബോധം കൊണ്ടും ആധുനികതാ മൂല്യങ്ങളെ കൊണ്ടും അതിനെ ഉൾക്കൊള്ളാൻ ഒരു പക്ഷെ പ്രയാസമാണെങ്കിൽ
പ്രയാസമാവും പലർക്കുമെന്ന് ആദ്യമേ അറിയുന്നത് കൊണ്ട് അള്ളാഹു പറയുകയാണ്, അള്ളാഹുവിനെ നൽകുന്ന ആളുകൾ. ഇതൊന്നും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇതൊക്കെ പ്രയാസകരമായ നിയമങ്ങളായിട്ട് തോന്നും. പക്ഷേ അള്ളാഹുവിനെ നൽകിയ ആളുകൾ, എന്ത് നൽകിയത് അതിന്റെ മഫ്ഊൽ പറഞ്ഞിട്ടില്ല. വത്തഖ, അതിന്റെ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്ത ആളുകൾ. വസദ്ദഖ ബിൽ ഹുസ്ന, ഇഹലോകത്തുള്ള താൽക്കാലികമായ സുഖങ്ങളല്ല, പരലോകത്ത് നിത്യമായ ആനന്ദങ്ങളാണ് കരണീയമെന്ന് വിശ്വസിക്കുകയും ചെയ്ത ആളുകൾ. താൽക്കാലികമായതല്ല, പിൽക്കാലികമായതാണ് ശരിയെന്ന് ഉൾക്കൊള്ളുകയും ചെയ്ത ആളുകൾ. ആ ആളുകൾക്ക് മാത്രമാണ് വസനുയസ്സിറുഹു ലിൽ യുസ്റാ, പ്രയാസകരമായ മതനിയമങ്ങൾ നാം എളുപ്പമാക്കി ഭവിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് സർവശക്തനായ അള്ളാഹു പറയുകയാണ്. അവിടെ നോക്ക്, ഫഅമ്മാമൻ അഅ്ത, എന്താണ് അള്ളാഹുവിനെ നൽകേണ്ടത്? ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ ആകെ ഒരു രത്നസാരം. കാശി അള്ളാഹു തന്ന അനുഗ്രഹമാണ്, ശരീരം അള്ളാഹു തന്ന അനുഗ്രഹമാണ്, ആരോഗ്യം അള്ളാഹു തന്ന അനുഗ്രഹമാണ്. ഇങ്ങനെയുള്ള ഐഹികമായ വിഭവങ്ങൾക്ക് അള്ളാഹു നിർബന്ധ ദാനം ചുമത്തുകയും അത് കണക്കെത്തിയാൽ പാവങ്ങൾക്ക് വിതരണം ചെയ്യണം എന്നുള്ള വ്യവസ്ഥ അള്ളാഹു ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ ആലോചിക്കണം, മനുഷ്യർ കാശുണ്ടാക്കുന്നതും മനുഷ്യർ സമ്പത്തുണ്ടാക്കുന്നതും മനുഷ്യർ ആരോഗ്യം പരിപാലിക്കുന്നതും 3 കാര്യങ്ങൾ മുൻനിർത്തിയാണ്. ചിന്ത, യുക്തി, ബുദ്ധി, സംസാരം. ചിന്ത, യുക്തി, ബുദ്ധി, സംസാരം, ഇതാണ് മനുഷ്യന്റെ ആത്യന്തികമായ മൂലധനം. അപ്പോൾ ഈ ആത്യന്തികമായ മൂലധനം കൊണ്ടുണ്ടാക്കുന്ന സ്വർണത്തിന് സക്കാത്തുണ്ട്, ആത്യന്തികമായ മൂലധനം കൊണ്ടുണ്ടാക്കുന്ന കറൻസിക്ക് സക്കാത്തുണ്ട്. ആത്യന്തികമായ മൂലധനമാണല്ലോ ഞാൻ പറഞ്ഞ ചിന്തയും ബുദ്ധിയും യുക്തിയും സംസാരവുമല്ല. അതുപയോഗപ്പെടുത്തിയാണ് ആളുകൾ കച്ചവടം ചെയ്യുന്നത്, അതുപയോഗപ്പെടുത്തിയാണ് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത്, അതുപയോഗപ്പെടുത്തിയാണ് ആളുകൾ അവരുടെ ജീവിത വിഭവങ്ങൾ മുഴുവനും കണ്ടെത്തുന്നത്. ആ ജീവിത വിഭവങ്ങളിൽ നിന്ന് കണക്കെത്തുമ്പോൾ കണക്ക് പറഞ്ഞവർക്ക് കണക്കൊത്ത് ദാനം ചെയ്യൽ നിർബന്ധമാക്കിയ ഇസ്ലാം, ആ ദാനങ്ങളെല്ലാം പടപ്പുകൾക്കുള്ളതാണെങ്കിൽ അടിസ്ഥാനപരമായ മൂലധനമായ സംസാരത്തിന്റെ സക്കാത്ത് അള്ളാഹുവിന് കൊടുക്കണം. അടിസ്ഥാനപരമായ മൂലധനമായ ബുദ്ധിയുടെ സക്കാത്ത് അള്ളാഹുവിന് കൊടുക്കണം. അടിസ്ഥാനപരമായ മൂലധനമായ യുക്തിയുടെയും ചിന്തയുടെയും സക്കാത്ത് അള്ളാഹുവിന് കൊടുക്കണം. അത് അക്കാദമിക വ്യവഹാര ഭാഷയിൽ കാണില്ല, അത് ആത്മീക വ്യവഹാര ഭാഷയിലെ കാണുകയുള്ളൂ. ₹1,00,000 2,500 രൂപ സക്കാത്ത് എന്ന് പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ 1,00,000 വാക്കുകൾ ഉച്ചരിക്കുകയാണെങ്കിൽ 2,500 വാക്കുകൾ അള്ളാഹുവിനെ കുറിക്കുന്ന വാക്കുകളായിരിക്കണം. 2,500 വാക്കുകൾ അള്ളാഹുവിന് വേണ്ടിയുള്ള സംസാരമായിരിക്കണം. ഒരാൾ 1,00,000 ചിന്തകൾ, ആലോചനകൾ മനസ്സിൽ, തലച്ചോറിൽ നെയ്തെടുക്കുകയാണെങ്കിൽ അതിന്റെ 2.5% ആലോചനകൾ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ആലോചനകളായിരിക്കണം. അതിന്റെ 2.5% ആസൂത്രണം അള്ളാഹുവിനും ദീനിനും വേണ്ടിയുള്ള ആസൂത്രണമായിരിക്കണം. ഇങ്ങനെ മനുഷ്യന്റെ ബുദ്ധിയും യുക്തിയും മനുഷ്യന്റെ ആത്യന്തികമായ വിചാരവും വികാരവും ആരാണോ അമ്മാമൻ അള്ളാഹുവിനെ നൽകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇസ്ലാമികമായ നിയമം ഇങ്ങനെ ആയത്? ഇങ്ങനെ ആയിക്കൂടായിരുന്നോ എന്ന് അള്ളാഹു ചെയ്ത അള്ളാഹുവിന്റെ അധികാര വ്യവസ്ഥയിൽ ആലോചനകൾ വരുമ്പോൾ അതിനെ യുക്തി കൊണ്ട് അളക്കുന്ന മതത്തിന്റെ അകത്തും പുറത്തുമുള്ള യുക്തി മാത്രവാദികൾ ആലോചിക്കേണ്ട കാര്യം, ഇസ്ലാം എന്ന് പറയുന്നത് യുക്തിയുടെ കൂടെ സമർപ്പണമാണ്, ബുദ്ധിയുടെ സക്കാത്താണ്, യുക്തിയുടെ സക്കാത്താണ്, വികാരങ്ങളുടെ സക്കാത്താണ്. അങ്ങനെ വിഭവങ്ങളുടെ സക്കാത്തുകൾ കൊടുക്കുന്നത് പോലെ ആലോചനകളുടെയും സക്കാത്ത് അള്ളാഹുവിന് നൽകുന്ന ആളുകൾക്ക് മാത്രമേ മതനിയമങ്ങൾ എളുപ്പവും ആനന്ദദായിയുമായി അനുഭവേദ്യമാവുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ. ഈ യാഥാർത്ഥ്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. ഈ യാഥാർത്ഥ്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ആധ്യാത്മിക പണ്ഡിതന്മാരാണ്. ഒരു ക്രോസ് ആലോചന വരുമ്പോൾ ആ ആലോചന പോലും അള്ളാഹുവാണ് തലച്ചോറിൽ ഉണ്ടാക്കി തരുന്നത്. അതുകൊണ്ട് അള്ള തന്ന പണവും അള്ള തന്ന ആരോഗ്യവും അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്നത് പോലെ അള്ളാഹു തരുന്ന ചിന്തകളും അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ സിമ്പിൾ ലോജിക്. ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളാണ്
യുക്തിവാദികളും നിരീശ്വരവാദികളും മതത്തിന്റെ അകത്തുള്ള യുക്തിവാദികളുമാകുന്നത്. ഒറ്റ ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതേപോലെയുള്ള ഉറൂസിനെയൊക്കെ നിഷേധിക്കുന്നവരുടെ ബുദ്ധിപരമായ ഒരു അബദ്ധം, ശംസുൽ ഉലമയെ ഇടതേടി ദുആ ചെയ്താൽ ശംസുൽ ഉലമ നമ്മെ സഹായിക്കില്ല, മഹാത്മാക്കൾ സഹായിക്കില്ല. ഇതാണല്ലോ രണ്ടഭിപ്രായം. അതിനെക്കുറിച്ചൊന്നും പറയാതെ നമുക്ക് കേരളത്തിൽ ആദ്യമായി നിരീശ്വരവാദമുണ്ടാക്കിയ ഒരു കക്ഷിയുടെ ഒരു അനുഭവത്തിലേക്ക് പോകാം. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ സഹോദരൻ അയ്യപ്പനാണ് കേരളത്തിൽ ഔദ്യോഗികമായ ഇടതുപക്ഷ യുക്തിവാദത്തിന് ബീജാവാപം നൽകിയത്. അദ്ദേഹം എന്തുകൊണ്ടാണ് നിരീശ്വരവാദിയായത്? സഹോദരൻ അയ്യപ്പൻ ശ്രീനാരായണ ഗുരു മരണപ്പെടുന്നത് മൂലക്കുരു പിടിച്ചിട്ടാണ്, അർഷസ് പിടിച്ചിട്ടാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് അയ്യപ്പൻ. അയ്യപ്പന്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരൻ അയ്യപ്പന്റെ മകളുടെ പേര് ആയിഷ എന്നായിരുന്നു. ഇന്നത്തെ ഈ സവർക്കറൈറ്റ് RSS പ്രൊമോട്ടഡ് നിരീശ്വരവാദികൾ പോലെയുള്ളവരായിരുന്നില്ല അന്നത്തെ സത്യസന്ധരായ കേരളം കണ്ട യുക്തിവാദികൾ. മുസ്ലിങ്ങളുടെ വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല. ആ സഹോദരൻ അയ്യപ്പൻ നിരീശ്വരവാദിയാകുവാൻ കാരണം ശ്രീനാരായണ ഗുരു വേദനിച്ച് മരിക്കുമ്പോൾ സഹോദരൻ അയ്യപ്പൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത് എന്നറിയുമോ? ഒരു നോവും ഒരു പ്രയാസവും ഒരു പീഡ ഉറുമ്പിന് പോലും ഏൽപ്പിക്കാത്ത എന്റെ ഗുരുവിനെ വേദനിപ്പിക്കാതെ മരിപ്പിക്കണമേ ദൈവമേ. ഇതായിരുന്നു സഹോദരൻ അയ്യപ്പന്റെ ദുആ, പ്രാർത്ഥന. പക്ഷെ സഹോദരൻ അയ്യപ്പന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. ശ്രീനാരായണ ഗുരു വേദനിച്ച് മരിച്ചുപോയി. ഇപ്പൊ നിരപരാധിയായ ഒരു ദ്രോഹവും ഒരാളെയും ഏൽപ്പിക്കാത്ത എന്റെ ഗുരുവിനെ വേദനിപ്പിക്കാതെ മരിപ്പിക്കണമേ എന്ന എന്റെ ആവശ്യം പരിഗണിക്കാൻ തയ്യാറാകാത്ത ദൈവമല്ല എന്നാണ് സഹോദരൻ അയ്യപ്പൻ ചിന്തിച്ചത്. എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ ചിന്തിച്ചതുപോലെ ചിന്തിക്കേണ്ട ചുമതലയും അയ്യപ്പന്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്കേണ്ട ബാധ്യതയും ദൈവത്തിനുണ്ട്. അത് ചെയ്യാത്തതിന്റെ പേരിൽ ദൈവമല്ല എന്ന് ദൈവത്തെ ക്രോസ് വിസ്താരം ചെയ്തതിന്റെ പേരിലാണ് ദൈവഭക്തനായ സഹോദരൻ അയ്യപ്പൻ ദൈവനിഷേധിയായ നിരീശ്വരവാദിയായത്. എന്താ അവിടെ അടിസ്ഥാനപരമായ പ്രശ്നം? ദൈവം എന്ന് അവരുടെ ഒരു പ്രയോഗം അനുസരിച്ച് പറയുന്നതാ. ദൈവം ചെയ്യേണ്ട പണി എന്ത് എന്ന്, ഉടമ ചെയ്യേണ്ട ജോലി എന്ത് എന്ന്, മഅബൂദ് ചെയ്യേണ്ട ജോലി എന്ത് എന്ന് ആബിദ് തീരുമാനിക്കുകയായിരുന്നു. ഇവിടെയുള്ള ഇതേപോലെയുള്ള കാര്യങ്ങളിൽ സന്ദേഹമുന്നയിക്കുന്ന, സംശയമുന്നയിക്കുന്ന, ബഹുദൈവത്വം ആരോപിക്കുന്ന പ്രത്യയശാസ്ത്രക്കാർ, മതത്തിനകത്തുള്ള യുക്തി ചിന്താഗതിക്കാർ അവരെന്താ പറയുന്നത്? മഹാത്മാക്കൾ സഹായിക്കില്ല എന്ന് ഇവർക്ക് എങ്ങനെ മനസ്സിലായി? യുക്തി കൊണ്ട് മനസ്സിലായി. അവരെന്താ തീരുമാനിക്കുന്നത്? മൺമറഞ്ഞവർക്ക് അഭൗതികമായി സഹായിക്കുവാനുള്ള കഴിവ് അല്ലാഹു നൽകുന്നില്ല. അല്ലാഹു നൽകുന്നുണ്ട് ഇല്ലേ എന്നുള്ളത് പറയാനുള്ള സമയമല്ല ഇത്, ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. പക്ഷേ മൺമറഞ്ഞവർക്ക് സഹായിക്കാനുള്ള കഴിവ് അല്ലാഹു നൽകുന്നില്ല എന്ന് പറയുമ്പോഴുള്ള പ്രശ്നം മൺമറഞ്ഞ മഹാത്മാക്കളെ ചെറുതാക്കലല്ല. വാസ്തവത്തിൽ അല്ലാഹുവിന്റെ കൈകൃത്യാവകാശത്തിൽ കൈകടത്തലാണ്. അല്ലാഹുവിനെ മൺമറഞ്ഞവരിലൂടെ ഭൗതിക ലോകത്തുള്ളവർക്ക് സഹായം ചെയ്യാൻ കഴിവ് കൊടുക്കാതിരിക്കാം. അത് അല്ലാഹുവിന്റെ സ്വാതന്ത്ര്യമാണ്. ആ അല്ലാഹുവിന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തി മൺമറഞ്ഞ മഹാത്മാക്കൾക്ക് ഭൗതിക ലോകത്തുള്ളവർക്ക് സഹായം ചെയ്യുവാനുള്ള തീരുമാനമില്ല എന്ന് അല്ലാഹുവിന് വേണ്ടി തീരുമാനമെടുക്കുന്നതാരാ? ഓഫീസ് കൂടി കമ്മിറ്റി കൂടി ഇവർ തീരുമാനമെടുക്കുകയാണ്. അല്ലാഹുവിന്റെ കൈകൃത്യാവകാശത്തിൽ കൈകടത്തുകയായിരുന്നു വാസ്തവത്തിൽ കറാമത്ത് നിഷേധികൾ, വാസ്തവത്തിൽ മഹാത്മാക്കളെ നിഷേധിക്കുന്നവർ. ചുരുക്കി പറഞ്ഞാൽ ഇത്തരം വികലമായ ചിന്തകൾക്ക് സക്കാത്ത് കൊടുക്കുകയാണ് അവർ വേണ്ടത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാശിന് സക്കാത്ത് കൊടുക്കാതെ കൊന്നുകൂടിയ മുതലാളിമാരോട് നിങ്ങൾ കാശിന് സക്കാത്ത് കൊടുക്കൂ എന്ന് പറഞ്ഞതുപോലെ ഇവരോടൊക്കെ നമുക്ക് പറയാനുള്ളത്, അല്ലാഹു തന്ന വിഭവങ്ങൾ കൂട്ടിവെച്ച് നിങ്ങൾ നിങ്ങളുടെ ചിന്തക്കും ബുദ്ധിക്കും യുക്തിക്കുമുള്ള അല്ലാഹുവിന് കൊടുക്കേണ്ട ബാധ്യതയായതൊക്കെ അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കൂ. അതാണ് ഇത്തരം മഹാത്മാക്കൾ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അത് മനസ്സിലാക്കുവാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അല്ലാഹു ഈ മഹാത്മാക്കളുടെ കശ്ഫിലും പൊരുത്തത്തിലും മദദിലും നുസ്രത്തിലും ഹിമായത്തിലും ജീവിതവും മരണവും മരണാനന്തരവും അല്ലാഹു നമ്മൾ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.